3000 ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ് എടുക്കാൻ പറ്റില്ല. ആ 3000 ഹദീസുകൾ ഏതാണ് എന്ന് ഈ പരപ്പനങ്ങാടിൽ വന്ന് ഉറക്കെ വിളിച്ചു പറയണം. ഈ 12 കിതാബിൽ നിന്ന് ഈ വായിച്ച വിഷയങ്ങളിൽ മാത്രമായി 3151 151 എക്സ്ട്രാ. അപ്പോ എനിക്ക് ഇപ്പോഴും കിട്ടേണ്ടത് അറിയോ? നിങ്ങൾ ഈ 3151 എണ്ണം പിടിച്ചല്ല പോരാ. ആ 3151 ഹദീസുകളും നിങ്ങൾ ഇവിടെ വായിക്കണം. നബിതങ്ങൾ പറഞ്ഞ സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ആയിരക്കണക്കിന് ഹദീസുകളെ ഇന്ന് മർക്കസ് ദഅവ തള്ളിയിട്ടുണ്ട്. ഒരു സംശയമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000, 300, 3000 ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ് ദഅവ എടുക്കാൻ പറ്റില്ലെന്ന്. സ്വഹീഹായത് മാത്രം, ദഈഫൊന്നുമല്ല. ദഈഫൊന്നും എടുക്കണ്ട, ദഈഫും മൗദൂഉം ഒന്നും എടുക്കണ്ട. സ്വഹീഹായ നിദാന ശാസ്ത്രപ്രകാരം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വഹീഹാണ് എന്ന് വിധി എഴുതിയ 2500, 3000 ഹദീസ് തള്ളിയിട്ടല്ലാതെ ഒരാൾക്ക് ഇന്ന് മർക്കസ് ദഅവ എടുക്കാൻ കഴിയില്ല. ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ആ എണ്ണം കൂടി വരും. ഞങ്ങൾ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പച്ചക്കള്ളമുണ്ടല്ലോ, അത് കള്ളമല്ല, സത്യമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബോധ്യമാൻ ആ 3000 ഹദീസുകൾ ഏതാണ് എന്ന് ഈ പരപ്പനങ്ങാടിൽ വന്ന് ഉറക്കെ വിളിച്ചു പറയണം. അത് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ ഞങ്ങൾക്ക് കാട്ടുകള്ളന്മാരെന്ന് വിളിക്കേണ്ടി വരും. കാട്ടുകള്ളന്മാർ കണ്ടോ? അതെ, അവിടെ വിളിച്ചോട്ടെ, നിങ്ങൾ വിളിച്ചോളി. പക്ഷേ തെളിയിച്ചരാം. അത് തെളിയിച്ചാൽ നമ്മൾ ഒന്നാമത്തെ വിഷയം തന്നെയാണ്. 3000 ഹദീസല്ല, ഒരു പൂജ്യം കൂട്ടിടേണ്ടി വരും ഈ ഖണ്ഡനം മുന്നോട്ട് പോകുമ്പോൾ. അത്രയേറെ നിഷേധങ്ങളാണ് മർക്കസ് ദഅവക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. ഞങ്ങൾ ഇപ്പം വിശ്വസിക്കുന്നു, അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അങ്ങനെ തെറ്റിപ്പോയതായിരിക്കാം. 3000 ഹദീസ് എവിടെ തള്ളിയതല്ലേ? ഇസ്ലാമിനെ ഉറവക്കല്ലാമാണെന്ന ഒറ്റ വാക്കിലൂടെ നിങ്ങൾ തള്ളിയത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത 2518 ഹദീസ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു പൂജ്യം വിട്ടുപോയി. ഇത് ഒരു സനദെടുത്തപ്പോഴാണ്, ഒറ്റ സനദെടുക്കുമ്പോഴാണ് ഇത് ഇങ്ങനത്തെ എത്ര സനദ തള്ളിയത്. മാത്രവുമല്ല, ആ 2518 തന്നെ 358 ഹദീസ് സ്വഹീഹ് ബുഖാരിയിലാണ്. ഈ ഹിസാം എന്ന് 358 ഹദീസാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. ഒരു സിഹ്ർ മാത്രമൊന്നല്ല, 358 ഹദീസ് ഇമാം ബുഖാരി ധരിച്ചു. 444 ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. 444 ഹദീസ് ഇമാം മുസ്ലിം, 358 ഹദീസ് ഇമാം ബുഖാരിയും. ഈ ഒറ്റ റാവിയിൽ നിന്ന് മാത്രം. അഥവാ 2 സ്വഹീഹികളിൽ ഒന്നിച്ചു കൂട്ടിയാൽ 802 ഹദീസ്. 802 ഹദീസ് ഏതൊരു? ബുഖാരിയിലും മുസ്ലിമിലും മാത്രം. ഒരു സനദിൽ നിന്ന് മാത്രം. ഈ ഒറ്റ സനദിലൂടെ ബുഖാരിയിലും മുസ്ലിമിലും വന്ന 802 ഹദീസുകൾ, ബുഖാരിയിൽ 358 മുസ്ലിമിൽ 444 802 ഹദീസുകൾ സ്വഹീഹ് ബുഖാരിയിൽ നിന്നും സ്വഹീഹ് മുസ്ലിമിൽ നിന്നും ഈ ഒരു പരമ്പരയിൽ വന്നത് മാത്രം മർക്കസ് ദഅവ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ പറയട്ടെ, 3000 എത്ര ബാക്കിയുള്ളത്? ഇനി എത്ര ബാക്കി വേണ്ടത്? ആകെ 400 ചില മതി, പിടിച്ചോളി ബാക്കി. മാത്രവുമല്ല, ഈ ഉർവത്തുൽ സുബൈറിൽ നിന്ന് ഈ ഹിശാം ഉർവ ഉദ്ധരിച്ച ഹദീസ് ഗ്രന്ഥങ്ങൾ സ്ക്രീനിൽ കാണാം. അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ച ഏതാനും കിതാബുകൾ മാത്രം, സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അതേപോലെ ഇമാം മാലിക് മുവത്ത, മുസ്നദ് അഹ്മദ് അടക്കമുള്ള ഏതാനും കിതാബുകൾ മാത്രം. ഇതിലെല്ലാം ഹിശാമിൽ നിന്ന് ഹദീസ് ഉണ്ട്. ഈ ഹദീസ് പണ്ഡിതനെ കുറിച്ചാണോ നിങ്ങൾ കല്ലാബ് എന്ന് പറയുന്നത്? ഇത്തഖുല്ലാഹ്, അള്ളാഹിനെ പേടിക്കണേ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് ഭീഷണിപ്പെടുത്തലില്ല. ആത്മാർത്ഥമായി ചിന്തിച്ചോ. ഒരു താബിഈ പ്രമുഖനായ മഹാനെ കുറിച്ച് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുമ്പോ അതും കിതാബിൽ ഉണ്ടെങ്കിൽ തിരക്കണില്ല. കിതാബിൽ ഇങ്ങനെ ഒരാൾ കല്ലാബ് എന്ന് പറഞ്ഞിട്ടപ്പോ അത് എടുത്തുകൊടുത്തത് അത് ശരിയല്ല എന്ന് പറഞ്ഞത് ആ കിതാബിൽ അതിന് മുറിച്ചിട്ടാണ് കല്ലാബ് എന്ന് വായിക്കണത്. അപ്പൊ ആരാ കല്ലാബ്? അദ്ദേഹത്തിന് മാത്രമല്ല ഹദീസാണ് ഈ പറഞ്ഞത്. ഇനി മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തള്ളിയ ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയെല്ലാം ചേർത്ത് വെച്ചോളൂ. അജവാക്കാരക്ക 40 ഹദീസാണ് അജവാക്കാരക്ക വിഷയത്തിൽ മാത്രം ഉള്ളത്. അജവന്റെ വിഷയത്തിൽ മാത്രം 40 ഹദീസ്. അതേപോലെ സുറാത്ത് ബാലം 191 ഹദീസ്. ഇത് മൊത്തമല്ല, ഞാൻ ഇവിടെ വായിക്കാൻ വേണ്ടി 12 കിതാബ് മാത്രം എടുത്തതാണ്. ബുഖാരി, മുസ്ലിം, തിർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ അടക്കമുള്ള
12 കിതാബ് എന്ന് മാത്രം 100 ചില്ലാനം ഹദീസ് കിതാബുകളുണ്ട്. ഇതിൽ 12 കിതാബിൽ നിന്ന് മാത്രം വെറുതെ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ നമ്മളെ ജാമ്യയിലെ കുട്ടികളെ ഏൽപ്പിച്ച നിങ്ങളൊന്ന് ഇത് ലിസ്റ്റ് ചെയ്യുന്നു. ഈ 12 കിതാബിന്ന് മാത്രം ഉള്ള ഹദീസ് ഞാൻ വായിക്കുന്നത് അജ്വാകാരക്ക 40, സിറാത്ത് പാലം 191, മൂസാ നബിയും മലക്കുൽ മൗത്തുമായി ബന്ധപ്പെട്ട വിഷയം 12 ഹദീസ്, അതേപോലെ ഹജറുൽ അസ്വദ് 95 ഹദീസ്, സുലൈമാൻ നബിയുടെ സംഭവം 21 ഹദീസ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജൂതൻ സിഹർ ചെയ്തു എന്ന പരാമർശം 21 ഹദീസ്, അതേപോലെ സംസമിന്റെ മഹത്വം 60 ഹദീസ്, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നത് 13 ഹദീസ്, നൈലും യൂഫ്രട്ടീസും അതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാണ് എന്നുള്ളത് അത് 16 ഹദീസ്, അതേപോലെ സൊഫിൽ വിടവുണ്ടായി കഴിഞ്ഞാൽ അവിടെ പിശാച് കയറും എന്നത് 8 ഹദീസ്, മ്യൂസിക് ഹറാമാണ് എന്നത് 65 ഹദീസ്, അതേപോലെ സൊഫ് അടുപ്പിച്ചിരിക്കണമെന്ന് പറയുന്നില്ലെങ്കിൽ പിശാച് കയറുമെന്ന ഹദീസ് 8 ഹദീസ്. ഇങ്ങനെ 3151 ഹദീസ് ഇതന്നെയായി. നമ്മൾ പറഞ്ഞത്രേ 3000-ഓളം. അപ്പൊ മൂപ്പര് ചിന്ത മത്തിക്കണക്കാണോന്ന നിങ്ങൾ ഏതൊക്കെ വിഷയിക്കാൻ നമുക്ക് ഉറപ്പില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച അംഗീകരിച്ചത് ഈ ആഴ്ച തള്ളാണ്, ഇനി അടുത്ത വർഷം വരുമ്പോൾ അപ്പുറം തള്ളും. ഈ 12 കിതാബിൽ നിന്ന് ഈ വായിച്ച വിഷയങ്ങളിൽ മാത്രമായി 3151, 151 എക്സ്ട്രാ. ഈ ബാക്കി കിതാബ് എടുത്താലോ, ബാക്കി സനത് എടുത്താലോ എവിടെ എത്താം? സഹോദരന്മാരെ, ഇത് തമാശയല്ല. അള്ളാന്റെ ദീനോണ്ടാ കളിക്കുന്നത്. നമുക്ക് അറിയില്ലെങ്കിൽ മിണ്ടാതാക്കാം. ഇത് മറുപടി പറഞ്ഞ് വിസ്തത്തെ തോൽപ്പിച്ച് ഓലൊക്കെ അന്ധവിശ്വാസിയാണ്, ഓല ജിന്നിന്റെ ആൾക്കാരാണ്, ഓലൊക്കെ ശിർക്ക് പോയവരാണ് എന്ന് സ്ഥാപിക്കാൻ വേറെന്തെല്ലാം പണിയുണ്ട്. ഈ വക മഹാന്മാരെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത പറയണം. നിങ്ങൾ ഞങ്ങളെ പറ്റി പറഞ്ഞോളി, പൊരുത്തപ്പെടിക്കാനേ പറ്റും. ഈ ഇസ്ലാമിക ഉറവകൾ എവിടുന്ന പൊരുത്തപ്പെടിക്കുക? സഹോദരന്മാരെ, ഗൗരവമുള്ള വിഷയമാണത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് 3000-ഓളം ഹദീസ് തള്ളാതെ മർക്കസ് തഴവി നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ. ഇനിയും എണ്ണാത്ത വിഷയമുണ്ട്, എണ്ണാത്ത ഒരുപാട് വിഷയം ഇനിയുമുണ്ട്. ഇത് ഈ പറയപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. ഇതിനു മാത്രമാണ് ഈ പറഞ്ഞ 3151 ഹദീസുകൾ വന്നത്. ഇനി അതല്ലാത്ത ഇവിടെ പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടനവധി വിഷയങ്ങൾ, അതാണ് സിഫാത്ത് പറഞ്ഞിട്ടില്ല, നുസൂലുമായി ബന്ധപ്പെട്ടത് ഇവിടെ വായിച്ചിട്ടില്ല. അതേപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ അതൊന്നും വായിച്ചിട്ടില്ല. ഇങ്ങനെ തള്ളിക്കൊണ്ടല്ലാതെ ആ റൂട്ടിൽ പോകാൻ കഴിയില്ല. നിങ്ങൾ ജിന്ന് വേണ്ട വിട്ടാളി, യാഴ്പാള വേണ്ട, സിഹർ വേണ്ട, കണ്ണേറ് വേണ്ട, ആയിക്കോട്ടെ, അതൊക്കെ ഒഴിവാക്കിക്കോളി. എന്നാ ബാക്കിനെ പറ്റി എന്തു പറയും? ഇത് യഥാർത്ഥത്തിൽ ഹദീസിനെ നിഷേധിക്കാൻ എന്നൊക്കെ ആരൊക്കെ രംഗത്ത് വന്നോ അവർക്കെല്ലാം സംഭവിച്ച കാര്യം തന്നെയാണിത്. അപ്പോ എനിക്ക് എപ്പോഴും കിട്ടേണ്ടത് അറിയോ? നിങ്ങൾ ഈ 3151 എണ്ണം പിടിച്ചല്ലോ പോരാ. ആ 3151 ഹദീസുകളും നിങ്ങൾ ഇവിടെ വായിക്കണം. എന്നിട്ട് അതിൽ ആ ഹദീസുകൾ മുഴുവനായോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും അത് മർക്കസ്തവ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആരാണ്, എവിടെയാണ്, എപ്പോഴാണ് നിഷേധിച്ചത് പറയണം. എഴുത്തിലൂടെയാണോ പ്രസംഗത്തിലൂടെയാണോ പറയണം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ അടുത്ത പരിപാടി കുറച്ച് നീട്ടി വെച്ചോളി, രാവിലെ തന്നെ തുടങ്ങിക്കോളി അല്ലേ? ഇവിടെ ഇപ്പൊ ഒരു 5-6 മണിക്കൂർ പ്രസംഗിച്ചല്ലോ, അതൊരു 60 മണിക്കൂർ ആയിക്കോട്ടെ, പ്രശ്നം എന്താ? ഇതിനെ നടക്കല്ലേ? അതുകൊണ്ട് ആ രാവിലെ തന്നെ തുടങ്ങിക്കോളി, എന്നിട്ട് രാത്രി വരെ പോട്ടെ. ഈ 3151 എന്ന് നിങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്ന ഈ ഹദീസുകൾ പൂർണ്ണമായി വായിച്ചു കേൾപ്പിക്കണം. എന്നിട്ട് അതിൽ ഓരോന്നും ഈ പ്രസ്ഥാനം മൊത്തത്തിലോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോ പണ്ഡിതന്മാരോ എവിടെയാണ്, എവിടെ വെച്ചാണ്, ഏത് പ്രസംഗത്തിലാണ് അല്ലെങ്കിൽ ഏത് എഴുത്തിലാണ് നിഷേധിച്ചത് എന്ന് കൃത്യമായി തെളിയിക്കണം.